എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഒരു നേവി സോൾജിയർ ആളാണെങ്കിൽ കാർപ്പിന്റെ അടുത്തേക്ക് വന്ന് പറയും, ആ പൈററ്റ് കിങ്ങിന്റെ വലം കൈ മിസ്റ്റർ സിൽവർ ആളിപ്പോ അടിമകളെ വിൽക്കുന്ന ആ ഒരു ഐലാൻഡില് ഒരു ഷോപ്പിലുണ്ട്. കാർപ്പിനാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ആളത് കേട്ട് പൊട്ടിച്ചിരിക്കും. സോൾജിയർ പറയും, അതെ 100% ഉറപ്പാണ്, അതവൻ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഇതിന് ചെയ്യാൻ കഴിയോ? കാർപ്പ് പറയും, അതവൻ തന്നെയാണെന്ന് എനിക്കും അറിയാം. അവൻ ഗാംബ്ലിംഗ് ഒക്കെ കളിച്ച് തോറ്റ് അവസാനം ഒരു അടിമയായി മാറി ആ സെല്ലില് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കാര്യം ഇപ്പോ ആരും അറിയാനായിട്ട് പാടില്ല. ഇപ്പൊ നമ്മുടെ നേവി 2 ലെജൻസിനെ ഒറ്റയടിക്ക് ഹാൻഡിൽ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് ആള് ചിരിക്കും. കട്ട് ചെയ്ത ആ ലേലം നടക്കുന്ന കട അവിടുന്ന് വീണ്ടും സൂം ചെയ്ത് ആ ലേലം നടക്കുന്ന വലിയ ഓഡിറ്റോറിയം കാണിക്കും. ഒരുപാട് നേവി ഒഫീഷ്യൽസ്, പണക്കാര്, പൈററ്റ്സ്, അങ്ങനെ ഒത്തിരി ചീഫായിട്ടുള്ള ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത്. ആക്ച്വലി ഈ ഗ്രേറ്റ് ഹ്യൂമൻ ഓപ്ഷൻ അതൊരു മാസത്തില് ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു ലേലമാണ്. ഈ മാസത്തിലേത് അത് ഇന്നേ ദിവസമാണ്. അതിൽ വില പേശി ലേലം വിളിക്കുന്ന ആളാണ് നമ്മുടെ ബോസ് ഡിസ്കോ. മ്യൂസിക് ഒക്കെ റേസപ്പായി ലൈറ്റ് ഒക്കെ തെളിഞ്ഞ് ആള് കാവടി തുള്ളി സ്റ്റേജിലേക്ക് കയറി വരികയാണ്. എല്ലാവരും കൈയൊക്കെ അടിച്ച് ആളെ വെൽക്കം ചെയ്യും. അവനാണെങ്കിൽ വന്ന ഉടൻ തന്നെ വമ്പൻ ഇൻട്രോ ഒക്കെ കൊടുത്ത് സ്റ്റൈലായി നിൽക്കുകയാണ്. ആ ഇൻട്രോ ഒക്കെ കേട്ട് സെല്ലിൽ അടച്ചു പൂട്ടി കിടക്കുന്ന അടിമകള് അവർ പേടിച്ച് വരയ്ക്കാൻ തുടങ്ങും. ആരുടെ കയ്യിലാണ്, എവിടേക്കാണ് അവർ പോവുക, അവർക്ക് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് അവരുടെ ടെൻഷൻ. കട്ട് ചെയ്ത ഇവിടെ ലേലം വിളിക്കാനിരിക്കുന്ന ആളുകള് അവർക്കാണെങ്കിൽ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആണ്. ചിലർക്കാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ വേണം, ചിലർക്കാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടികൾ വേണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളാണ്. ഇവിടെ നമ്മുടെ മർമെയ്ഡ് പെണ്ണ് അവളാണെങ്കിൽ ഒരുപാട് പേടിച്ച് ആ ബെൽറ്റിൽ തന്നെ നോക്കി ഓരോ നിമിഷവും ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലേലം അത് ആരംഭിക്കും. ആദ്യമായിട്ട് കൊണ്ടുവരിക ഒരു പൈററ്റിനെയാണ്. ആ ബോസ് വിളിച്ചു പറയും, ഇവൻ വെറും ഒരു പൈററ്റ് അല്ല, മ്യൂസീഷ്യനാണ്. ഇവന്റെ കയ്യില് ഏത് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് കൊടുത്താലും അവൻ അടിപൊളിയായിട്ട് മ്യൂസിക് വായിക്കും. മാത്രമല്ല ഇവൻ നല്ലൊരു കുക്കാണ്. ഇത്രയും വലിയ ഒരു ആജാനുബാഹുവിനെ വെറും 4,50,000 ബറീസിനാണ് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ സെയിൽ ചെയ്യാൻ പോകുന്നത്. ആർക്ക് വേണമെങ്കിലും ഇവനെ സ്വന്തമാക്കാം. ഉടനെ ഓരോരുത്തരായിട്ട് ഇപ്പൊ ലേലം വിളിക്കാൻ തുടങ്ങും. അവസാനം 6 ലക്ഷം ബറീസിന് ഇപ്പൊ അവനെ സെയിൽ ചെയ്യും. അതിനുശേഷം വീണ്ടും അടുത്ത ആളെ അവിടേക്ക് കൊണ്ടുവരാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാർ ഫുൾ സ്പീഡില് മർമെയ്ഡ് പെണ്ണിനെ അന്വേഷിച്ച് ഓരോ ഭാഗത്തൂടെ അങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ഡുവൽ ആണെങ്കിൽ ഒരു ലിസ്റ്റ് എടുത്ത് കാണിക്കും. ചാഞ്ചി ആണെങ്കിൽ ആ ലിസ്റ്റ് വായിച്ച് ഷോക്കാവും. അതില് മർമെയ്ഡുകൾക്ക്, പൈററ്റുകൾക്ക്, സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന വിലകളായിരിക്കും കാണുക. ഡുവല് പറയും, ഇങ്ങനെ വിൽക്കുന്നവരുടെ ജീവിതം അത് വളരെ മോശമാണ്. ഫിഷ് ടാങ്കിൽ കിടക്കുന്ന ഒരു ഫിഷിന്റെ അവസ്ഥയായിരിക്കും അവർക്ക് പിന്നീട് ഉണ്ടാവുക. ആഞ്ചിക്ക് അത് കേട്ട് ടെൻഷനാവും. എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം. ഇനി കഥ പറഞ്ഞത് മതി, ഇനിയുള്ളത് ആക്ഷൻ ആണെന്ന് പറഞ്ഞ് അവർ വമ്പ സ്പീഡില് ഇപ്പൊ വണ്ടി മുൻപോട്ട് കൊണ്ടുപോകും. കട്ട് ചെയ്ത ഉസോപ്പിനെ കാണിക്കും. അവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പൈററ്റ്സിനോടെല്ലാം തന്നെ നമ്മുടെ മർമെയ്ഡ് പെണ്ണിനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പൊ അവര് പറയും, ഞങ്ങൾക്ക് മർമെയ്ഡിനെ ഒന്നും കിട്ടിയിട്ടില്ല, മറിച്ച് വലിയൊരു ജയന്റിനെ കിട്ടി. അവനായിരിക്കും ഇന്നത്തെ ലേലത്തിലെ സെന്റർ ഓഫ് അട്രാക്ഷൻ. പക്ഷെ ജസ്റ്റ് മിസ്സിന് മറ്റാരോ ഒരു അടിപൊളി മർമെയ്ഡിനെ ഓപ്ഷൻ ഹൗസിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ കൊണ്ടുവന്ന ആളെ രണ്ടാമനാക്കി മാറ്റി. അത് കേട്ട് ഉസോപ്പ് ഷോക്കാവും. ഉസോപ്പിന് പിടികിട്ടും അത് മറ്റാരുമല്ല നമ്മുടെ മർമെയ്ഡ് പെണ്ണാണെന്ന്. അവനാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ആ ഇൻഫർമേഷൻ പാസ് ചെയ്യും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാരെല്ലാവരും അവിടേക്ക് കുതിച്ചു പായും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ സോറോ ഇപ്പൊ എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അവനെ പിടിക്കാൻ ഒരുപാട് പൈററ്റ്സ് ഗ്യാങ്സ് അങ്ങനെ റൗണ്ട് ചെയ്യുന്നു. സോറോ പറയും, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടിക്കോ, എനിക്ക് ട്രെയിൻ നമ്പർ 1 പോണം, അവിടെയാണ് എന്റെ കപ്പൽ. കട്ട് ചെയ്ത ആ ലേലം നടക്കുന്ന സ്ഥലം അവിടെയാണെങ്കിൽ ഇപ്പോഴും ആവേശത്തോടു കൂടെ ലേലം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം സാഞ്ചി ആണെങ്കിൽ ഡുവലിനോട് അവന്റെ വണ്ടി അത് സ്പീഡിൽ വിടാനായിട്ട് പറയും. ഡുവൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ വണ്ടിയുടെ മാക്സിമം സ്പീഡ് അത് 40 ഡുവല് പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, മർമെയ്ഡിനെ തട്ടിക്കൊണ്ടു പോയി എന്ന് കേട്ടപ്പോ തന്നെ ഞാൻ നമ്പർ 1 ട്രീയിലേക്കാണ് വണ്ടി തിരിച്ചു വിട്ടത്. അവിടെയാണ് ഓപ്ഷൻ നടക്കുന്ന ആ ഒരു ബിൽഡിങ്. ഉടനെ ചോപ്പർ, സ്റ്റാർ ഫിഷ്, നാമി അങ്ങനെ എല്ലാവരുടെയും വണ്ടി അവരുടെ അടുത്തേക്ക് വരും. സാഞ്ചിക്കാണെങ്കിൽ നാമിയെ കണ്ട് ഭയങ്കര സന്തോഷാവും. അവിടെ അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ തൊട്ട് മുമ്പിലേക്ക് വരും. സാഞ്ചിക്കാണെങ്കിൽ അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മർമെയ്ഡ് പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് ലേലം ചെയ്യും. ഇതൊക്കെ ഇല്ലീഗൽ ആക്ടിവിറ്റി ആണെന്ന്
നിങ്ങൾക്കറിയില്ലേ? അതിന് അവർ ചിരിക്കും. നിങ്ങൾ എന്തൊക്കെ പറയണേ? ഈ കാര്യങ്ങളെല്ലാം തന്നെ ഗവൺമെന്റിന്റെ അറിവോടുകൂടെ തന്നെയാണ് നടക്കുന്നത്. അകത്ത് ഗവൺമെന്റിന്റെ ആൾക്കാരും ഓരോരുത്തരെ പർച്ചേസ് ചെയ്യാൻ എത്തിക്കഴിഞ്ഞു. ചീഫ് ഒഫീഷ്യൽസ്, വലിയ വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാര്, വലിയ പൈററ്റ്സ്, അങ്ങനെ VIPs മാത്രമാണ് ഞങ്ങളുടെ ക്ലയൻസ്. ഈ ഒരു ലേലം നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഗവൺമെന്റിന് അഡീഷണൽ ആയിട്ട് കമ്മീഷനും കൊടുക്കുന്നുണ്ട്. അത് കേട്ട് നാമിക്കും സാഞ്ചിക്കും അങ്ങനെ എല്ലാവർക്കും ഇപ്പൊ ദേഷ്യം കൂടിക്കൂടി വരികയാണ്. ഫ്രാങ്കി ആണെങ്കിലും മറ്റൊന്നും നോക്കില്ല. അവന്റെ കയ്യിലുള്ള ആ കൊച്ചു പീരങ്കി അതുപയോഗിച്ച് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരും. അപ്പോഴായിരിക്കും ചോപ്പർ പറയാ, നോ, ഒരിക്കലും എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല. മാത്രമല്ല, നമ്മുടെ മർമയുടെ പെണ്ണ്, അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പോലും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഒരുപക്ഷെ അവളുടെ കഴുത്തിലും ഇപ്പൊ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അത് അവളുടെ ജീവനായിരിക്കും അപകടത്തിലാക്കുക. സോ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം നമ്മുടെ ഓരോ മൂമെന്റ്സും എടുത്തു വെക്കാനെന്ന് ചോപ്പർ ഇപ്പോ ഫ്രാങ്കിയെ പറഞ്ഞു മനസ്സിലാക്കും. സാഞ്ചി ആണെങ്കിൽ അതൊന്നും കേട്ട് നിൽക്കില്ല. അവനങ്ങനെ ചാടി വന്ന് ആ സെക്യൂരിറ്റി അടിക്കാൻ നോക്കുകയാണ്. ചോപ്പർ അവനെ പിടിച്ചു വലിക്കും. അപ്പൊ നാമി അവളങ്ങനെ ക്യാഷ്ലായി നടന്ന് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. നമുക്ക് ഫൈറ്റ് ചെയ്ത് മർമയുടെ പെണ്ണിനെ സ്വന്തമാക്കാൻ കഴിയില്ല. സോ ഇവരുടെ റൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മർമയുടെ പെണ്ണിനെ നമുക്ക് തിരികെ പിടിക്കാം. നമുക്ക് അവളെ അവർ പറയുന്ന ക്യാഷ് കൊടുത്ത് ലേലത്തിൽ പിടിക്കാം. അപ്പൊ അതേസമയം 15ാമതായി ഒരുത്തനെ പിടിച്ചു വലിച്ച് ലേലസ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അവനാണെങ്കിൽ നിലവിളിച്ച് കൊണ്ടേയിരിക്കും. അതൊക്കെ കേട്ട് മർമയുടെ പെണ്ണ് അവള് പേടിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാര് ലേലത്തിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോ ആ സെക്യൂരിറ്റി അവൻ മറിച്ചൊന്നും പറയാതെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്ത് നമ്മുടെ ആൾക്കാരെ അകത്തേക്ക് കടത്തിവിടും. അവളിലാണെങ്കിൽ ഇപ്പൊ ഹൗസ് കീപ്പിംഗ് ലേഡിയാണ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവളെ കാണാൻ ഭയങ്കര സുന്ദരിയാണ്. ആ ബോസ് വിളിച്ചു പറയും, ഇവളാണ് സുന്ദരികളിൽ വെച്ച് ഏറ്റവും നല്ല സുന്ദരി. ഇവള് നല്ല രീതിയിൽ ഒരു ഹോം മേക്കറാണ്. ഇവളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇവളുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അത് 6 ലക്ഷം ബെറീസ് ആണ്. ഉടനെ ഒരു വയസ്സായ അപ്പാപ്പൻ 7 ലക്ഷം ബെറീസിന് അവളെ വാങ്ങിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്ക് അത് കണ്ട് സഹിക്കില്ല. ടോപ്പറൊക്കെ ആണെങ്കിൽ അവന്റെ പല്ല് കടിച്ചമർത്തും. നാമി പറയും, നമ്മളിപ്പോ ആത്മസംയമനം പാലിക്കണം. നമ്മുടെ ലക്ഷ്യം അതാ മർമയുടെ പെണ്ണ് മാത്രമാണ്. സോ ആ കാര്യം ആരും മറന്നു പോകരുത്. നമ്മുടെ കപ്പലില് ഇപ്പൊ 200 മില്യൺ ബെറീസ് ഉണ്ട്. അതുപയോഗിച്ച് നമ്മൾ അവളെ വാങ്ങും. അച്ഛയാണെങ്കിൽ ഇത് കേട്ട് വണ്ടടിക്കും. 200 മില്യൺ ബെറീസോ? ആക്ച്വലി അത്രയും പണമൊന്നും എനിക്ക് തിരികെ തരാനാവില്ല. അതിനവൾ ദേഷ്യപ്പെട്ട് പറയും, നിന്നോട് ഞാൻ തിരികെ ചോദിച്ചോ? പണം ഒരു പ്രശ്നമല്ല, നമുക്കിപ്പോ വലുത് അവളുടെ ജീവനാണെന്ന് പറഞ്ഞ് അവർ മുൻപോട്ട് നടന്നു പോകും. സാഞ്ചിക്കാണെങ്കിൽ രാമയുടെ തീരുമാനമൊക്കെ കേട്ട് ഭയങ്കര സന്തോഷാവും. അവൻ തുള്ളിച്ചാടും. കട്ട് ചെയ്ത ആ ബിൽഡിങ്ങിന് പുറത്ത് ഇപ്പൊ ഏതോ ഒരുത്തൻ ഒരുപാട് നോട്ടീസൊക്കെ വലിച്ചെറിഞ്ഞ് നടക്കുകയാണ്. ആ നോട്ടീസ് ആണെങ്കിൽ അവിടെയുള്ള എല്ലാവരും എടുത്ത് വായിക്കാൻ തുടങ്ങും. എയ്സിനെ പബ്ലിക്കായിട്ട് എക്സിക്യൂഷൻ ചെയ്യാൻ പോവാണ്. ആ ഒരു ന്യൂസാണ് കാര്യമായിട്ട് ആ നോട്ടീസിൽ അച്ചടിച്ചിട്ടുണ്ടാവുക. അതേസമയം ഇവിടെയാണെങ്കിൽ ഇപ്പൊ ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി, 20 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു പെൺകുട്ടിയെ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറകൊണ്ട് നിൽക്കുകയാണ്. കാരണം അവൻ ഇതുപോലെ പെൺകുട്ടികളെ സെയിൽ ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. കട്ട് ചെയ്ത ലൂഫി അവനാണെങ്കിൽ വണ്ടി ഓടിക്കുന്നവനെ പിടിച്ചു വലിച്ചും നുള്ളിയും മാന്തിയൊക്കെ ഓൾമോസ്റ്റ് 1-ാം നമ്പർ ട്രീയിലേക്ക് എത്തിക്കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് സോറ അവനും 2-ാം നമ്പർ ട്രീ കഴിഞ്ഞ് 1-ലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ബ്രൂക്ക് അവനാണെങ്കിൽ പേടിച്ച് നിലവിളിച്ചായിരിക്കും വണ്ടിയിൽ വരാ. ബ്രൂക്കിന് ആ വണ്ടിയിൽ കയറിയപ്പോ അവൻ മുമ്പ് ആ അമേസ്മെന്റ് പാർക്കിൽ ടൈം സ്പെൻഡ് ചെയ്ത ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക. കട്ട് ചെയ്ത ഇവിടെ ഓപ്ഷനിൽ 17ാമത്തെ നമ്പർ ലേലത്തിന് വിളിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മർമയുടെ പെണ്ണ്. അവളാണെങ്കിൽ പേടിച്ചു വിറച്ച് അങ്ങനെ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.